ഹലോ ഗായ്സ്, നമ്മൾ ഇന്ത്യൻ ബൈക്ക് റൈഡർ നമ്മൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് റൈഡർ ഗായ്സ്. ടി വി ഓണായല്ലോ ഗായ്സ്. ടി വി കാണിച്ചത് എന്തുവാണെന്നറിയാം? ടി വി കാണിച്ചത് നമ്മുടെ വെളിയിലത്തെ സ്ഥലത്ത് ഫുള്ള് സോംബീസ് ഇറങ്ങിയതാണ് ഇത് കാണിച്ചത്. പക്ഷെ നമ്മൾ സോംബീസിന് എങ്ങനെ നമ്മുടെ നാട് രക്ഷിക്കാൻ നമുക്കേ പറ്റത്തുള്ളൂ ഗവൺമെൻറ് നമ്മളെ വിളിച്ചായിരുന്നു. പക്ഷെ അപ്പോൾ അത് പറയാനായിരുന്നു ഞാൻ നമ്മൾ സോംബീസിനെ കാണാൻ പറ്റും. പക്ഷെ അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റുമോ? സർക്കാർ എന്ത് ചെയ്യണമെന്ന് എല്ലാം തരാമെന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഒരു ഹെലികോപ്റ്റർ വേണമെന്ന് പറയാം. എടാ ഹെലികോപ്റ്റർ പറഞ്ഞ സൗണ്ട് വന്നതാണ്. ആവത്തൊന്നുമില്ല, ആവത്തില്ല. നമുക്ക് ഹെലികോപ്റ്റർ തന്നെ വിളിക്കാം. നമുക്ക് ഹെലികോപ്റ്റർ വിളിക്കാം. ഇവിടെ നമുക്ക് ഏലിയനെയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ശരിക്കും പറ്റത്തില്ല. രണ്ട് വർഷത്തിന് ശേഷം ഗൈസ്, 2 വർഷമായി ഗൈസ്. നമ്മളിവിടെ സോംബീസിനെ തന്നെയാണ് ഗൈസ് ഫുഡാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഹെലികോപ്റ്റർ എങ്ങാണ്ട് മണ്ടയിലായി പോയി. അങ്ങോട്ട് പോകാൻ ഇവിടെ ഉള്ളവരൊക്കെ കൂട്ടിയിട്ടാണായിപ്പോയി. നരേന്ദ്രമോദി ചതിച്ചു പൈസ നമ്മളെ. ഇനി നമുക്ക് ഹെലികോപ്റ്റർ എരിച്ചിട്ടെന്നാണ് പറയുന്നത്. ശിവൻ വരുന്നു. നമുക്ക് കുറേ വെപ്പണൊക്കെ കിട്ടിയായിരുന്നു. നമുക്കെന്നാണ്ട് പവർ കിട്ടിയോ? സാധാരണ അടിക്കേണ്ട ഫോഴ്സാണ്. എന്നിട്ട് നമുക്കെന്നാണ്ട് പവർ ഇപ്പോഴാണ് എൻ്റെ കൈക്ക് ഗായ്സ് എന്നാണ്ട് വലിയ പവർ കിട്ടിയിട്ടുണ്ട്. ചുമ്മാ
എന്നാണ്ടൊരു ടാറ്റു എൻ്റെ കയ്യിലോട്ട് വന്നു. ഒരു ദിവസം കിടക്കാൻ നേരത്ത് എൻ്റെ അടുത്തൊരു സോംബി ഉണ്ടായിരുന്നു. ഞാൻ അത് വല്ലതും ചെയ്തോ? ചിലപ്പോൾ പവർ വല്ലതും കിട്ടിക്കാണും, അല്ലെങ്കിൽ ഈ ടാറ്റു എങ്ങനെ വന്നതെന്ന് എനിക്കറിയാം. മൊബൈലിൽ ആരാണ്ട് ഓടിക്കുന്നു. ഹലോ, ആരാ? ഞാനാ മോദി. നീയൊന്നും പേടിക്കണ്ട, ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടോ. ഞങ്ങളിവിടെ ആറ്റം ബോംബ് ഇടാൻ പോവുകയാണ്. എന്ത് ആറ്റം ബോംബോ? അതെ അത് ആറ്റം ബോംബ് ഞങ്ങൾ ഇടാൻ പോവുകയാണ്. ആറ്റം ബോംബ് ഇടാൻ പോവാണെന്നോ? ഗൈസ്, ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം. ആറ്റം ബോംബ് ഇടാൻ പോകുന്നു ഇവിടെ. അതെങ്ങനെയെങ്കിലും കൊടുക്കണം. ഗൈസ്, മോന് പ്ലെയിൻ തരാമെന്ന് കൂടി പറഞ്ഞായിരുന്നു. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. എങ്ങനെയെങ്കിലും നമുക്ക് പ്ലെയിൻ വെച്ചിട്ട് നമുക്ക് എസ്കേപ്പ് ആവണം ഇവിടുന്ന്. പെട്ടെന്ന് എസ്കേപ്പ് ആണോ? പ്ലെയിൻ പെട്ടെന്ന് എസ്കേപ്പ് ആണോ? പൊട്ടിത്തെറിക്കില്ല. നമ്മുടെ വീടൊക്കെ എന്തോ അവസ്ഥയിലാണ് കാണുന്നത്. ഇവിടെ നിന്നില്ലെങ്കിൽ നമുക്കത് രക്ഷപ്പെടണം. എന്തായാലും ഇവിടെ എൻജിൻ ഫെയിലിയറായി. നമ്മുടെ ലോകം ഗായ്സ്, ഇവിടെ ആറ്റം ബോംബ് വീണു ഗായ്സ്. മൊബൈലും അടിച്ചു പോയല്ലോ ഗായ്സ്. എനിക്ക് ബോധം എവിടെയാണ് തോന്നുന്നു. ഇപ്പം എൻ്റെ ബോധം പോകും ഗൈസ്. ഞാൻ 2 ദിവസമല്ല 2 വർഷം കോമയിൽ കിടക്കുമായിരുന്നു. അന്ന് ആ ബോധം കിടന്നത് കാരണം നമ്മൾ 2 വർഷം കോമയിലായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും നല്ലതാക്കണമെന്ന് പറഞ്ഞായിരുന്നു അതായത്. ഇപ്പോൾ നമ്മുടെ സിറ്റിയൊക്കെ വീണ്ടും റീബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എല്ലാം പഴയതുപോലെയാണ്. സോംബീസൊക്കെ പക്ഷേ ആ ടാറ്റു ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അതെങ്ങനെ പോകുമെന്ന് മനസ്സിലായില്ല. സോംബീസ് നശിച്ചതോടെ ആ ടാറ്റു എൻ്റെ കയ്യിൽ നിന്ന് മാഞ്ഞു ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.